തദ്ദേശ പോരിലെ വിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫലസൂചന 8:30 പുറത്തുവരും. ആധിപത്യം തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. തിരിച്ചുവരവിന് കളമൊരുങ്ങുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. കരുത്തുകാട്ടാനാകുമെന്നാണ് NDA ക്യാമ്പിന്റെ വിലയിരുത്തൽ. 2 ഘട്ടങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പിൽ 73.69% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വോട്ടെണ്ണലിന്റെ സമഗ്ര കവറേജുമായി റിപ്പോർട്ടർ സംഘം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. TV പ്രസാദും റഹീസ് റഷീദും ജെയ്സൺ ചാമവളപ്പിലും ലേബി സജീന്ദ്രനും VS രഞ്ജിത്തും ഇക്ബാൽ അറക്കലും നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ആദ്യം നമുക്ക് കോഴിക്കോടേക്ക് പോകാം. VS രഞ്ജിത്ത് അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ആവേശം നിറഞ്ഞ വോട്ട് എടുപ്പ്, അതിനുശേഷം നമ്മൾ വോട്ടെണ്ണൽ, ആ വിധി എന്താണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ സജ്ജീകരണങ്ങളും അവിടെ തയ്യാറായി കഴിഞ്ഞിട്ടില്ലേ? തീർച്ചയായും ആര്യ, ശ്രുതി, കീർത്തന, 3 പേർക്കും ഗുഡ് മോർണിംഗ്. കോഴിക്കോടിനെ സംബന്ധിച്ച് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിലാണ്. ഇവിടെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നത്. നമുക്കറിയാം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശത്തോടു കൂടിയുള്ള പ്രചരണമാണ് ഉണ്ടായത്. സാധാരണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളുമൊക്കെയാണ് ചർച്ചയാവാറുള്ളതെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണപ്പാളി മുതൽ രാഹുൽ മാങ്കൂട്ടം വരെയുള്ള എല്ലാ വിഷയങ്ങളും ചർച്ചയായി. PM ശ്രീ അടക്കം ചർച്ചയായ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അത്രയും ആവേശം വോട്ടെടുപ്പിൽ, പോളിംഗിൽ നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം കോഴിക്കോട് കോർപ്പറേഷനിലൊക്കെ വളരെ കുറഞ്ഞ പോളിംഗ് ആയിരുന്നു. 63% എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ തവണ അത് 69 ഉണ്ടായിരുന്നു. അത്രയും പോളിംഗിലേക്ക് എത്തിയില്ല എന്നുള്ള നിരാശയുണ്ട്. എല്ലാ പാർട്ടികൾക്കും ആ നിരാശ ബാധിച്ചിട്ടുണ്ട്. കാരണം ആരുടെ വോട്ടുകളാണ് പെട്ടിയിലാവാതെ പോയത് എന്നൊരു ആശങ്ക 3 മുന്നണികൾക്കും ഉണ്ട് എന്നാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ എന്നാൽ ഈ ഒരു ഒറ്റ ദിവസത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിൽ ഇതാ പെട്ടി പൊട്ടിക്കാൻ പോകുന്നു. പഴയൊരു പ്രയോഗമാണ് പെട്ടി പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വോട്ടിംഗ് മെഷീൻ എണ്ണുകയാണ്. 8 മണിക്ക് തന്നെ കൗണ്ടിംഗ് ആരംഭിക്കും. ആ കൗണ്ടിങ്ങിൽ പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും ആദ്യം എണ്ണുക എന്നുള്ളതാണ്. ആ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിക്കഴിയുമ്പോൾ അതിൻ്റെ മുറയ്ക്ക് തന്നെ നമ്മളെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തുറക്കും. അതിൽ ഓരോ ബെഞ്ചുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാവും. ഒരു ബെഞ്ചിൽ ഒരു മെഷീൻ എന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഒരേ സമയത്ത് തന്നെ വ്യത്യസ്ത വാർഡുകൾ എണ്ണിത്തുടങ്ങാൻ സാധിക്കും. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒക്കെ ഒരു ആദ്യ സൂചന നമുക്കൊരു 8:30-9 മണിയോടുകൂടി കൊടുക്കാൻ പറ്റും. പൂർണ്ണഫലം 10 മണിയോടുകൂടി വരും. കോഴിക്കോട് കോർപ്പറേഷൻ്റെ 75 വാർഡുകളാണുള്ളത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഇവിടെ 7 മുനിസിപ്പാലിറ്റികൾ, എല്ലാ മുനിസിപ്പാലിറ്റികളും ബലാബലമുള്ള മുനിസിപ്പാലിറ്റികളാണ്. അതിപ്പോൾ ഫറോക്ക് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ UDF ഭരിക്കുന്നു, അവിടെ ബലാബലമാണ്. രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ബലാബലമാണ്. മുക്കം മുനിസിപ്പാലിറ്റി ബലാബലമാണ്. അങ്ങനെ എല്ലാ മുനിസിപ്പാലിറ്റികളും ബലാബലമാണ്. കൊടുവള്ളിയിലൊക്കെ രാഷ്ട്രീയ പോരാട്ടമെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കള്ളവോട്ട് മുതൽ വോട്ട് ചോരി വരെ ആരോപിക്കപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റിയാണ് കൊടുവള്ളി. മാത്രമല്ല LDF ഗ്ലാസ് ചിഹ്നത്തിൽ മത്സരിച്ച് CPM അതിൻ്റെ ചിഹ്നം പോലും മറന്ന മുനിസിപ്പാലിറ്റി എന്ന ഖ്യാതിയുണ്ട്. വടകര ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ RMPയുടെ സ്വാധീനം, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം, ആ സ്വാധീനമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? CPM അവിടെ ഒരു വലിയ തിരിച്ചുവരവ് നടത്തുമോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടത് ഈ വടകര ഭാഗത്താണ്. അങ്ങനെ ഓരോ പ്രദേശത്തും രാഷ്ട്രീയമായ ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ദിശാസൂചികയായി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാറുമോ എന്ന് ഓരോരുത്തരും കാത്തിരിക്കുന്ന, രാഷ്ട്രീയ പോരാട്ടം നടന്ന ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ 50-50 എന്നുള്ളതാണ്. 50 വ്യക്തിപരമായ വോട്ടുകളും 50 രാഷ്ട്രീയ വോട്ടുകളുമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു 75% രാഷ്ട്രീയ വോട്ടുകളാണ്. അതുകൊണ്ടായിരിക്കണം പോളിംഗ് ഒക്കെ കുറഞ്ഞു പോയത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏതായാലും അങ്ങനെ പോളിംഗ് കുറഞ്ഞെങ്കിലും ആകാംക്ഷ അതിൻ്റെ പൂർണ്ണ നിറവിൽ നിൽക്കുകയാണ്. 8 മണിക്ക് നമുക്കിവിടെ അറിയാൻ സാധിക്കും. പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടൊക്കെ എണ്ണുന്നത് ഇവിടെ കളക്ടറേറ്റിൽ വെച്ചാണ്. ഓരോ നഗരസഭയിൽ ഓരോ പഞ്ചായത്തിൻ്റെയും വോട്ട് അതത് കേന്ദ്രങ്ങൾ, ഇപ്പോൾ വടകര ഭാഗത്തും മുക്കം ഭാഗത്തും ഫറോക്ക് ഭാഗത്തുമൊക്കെ വ്യത്യസ്തമായ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ പ്രതിനിധികളുണ്ട്. മുക്കം ഭാഗത്തേക്ക് നമ്മുടെ AK അഭിലാഷ് പോയിട്ടുണ്ട്. സാനിയ മനോമി വടകര ഭാഗത്തുണ്ട്. സിനോയ് തോമസ് ഫറോക്ക് രാമനാട്ടുകര ഭാഗത്തുണ്ട്. അങ്ങനെ എല്ലാ ഇടങ്ങളിൽ നിന്നും ഗ്രൗണ്ടിൽ നിന്ന് ഏറ്റവും ആദ്യം വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് മലബാർ റീജിയൻ്റെ പല ഭാഗത്തും നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ വിവരങ്ങളും ഒന്നും മിസ് ചെയ്യാതെ ലീഡ് പോലും നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വരും മണിക്കൂറുകൾ ഉദ്വേഗത്തിൻ്റെതാണ് എന്നുകൂടി പറഞ്ഞു വെക്കട്ടെ.
ശരി, വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നു. തൃശൂർ കോർപ്പറേഷന്റെ വോട്ടെണ്ണുന്ന തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നത്. ജെയ്സൺ, അവിടുത്തെ സ്ഥിതിവിശേഷം എങ്ങനെയാണ്? ഇപ്പോൾ ആധിപത്യം തുടരുന്ന LDF ആണ്. നഷ്ടപ്പെട്ടൊരു പ്രതാപം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമാണ് ഇത്തവണ UDF-നുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പുള്ളത്. അപ്പോൾ ഇക്കുറി മുന്നണികളുടെ പ്രതീക്ഷ അത് വലുതാണ്. എല്ലാ വോട്ടെണ്ണലിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ പൂർത്തിയായോ ജെയ്സൺ? മൂന്ന് പേർക്കും ഗുഡ് മോർണിംഗ്. ഏതായാലും തൃശൂർ ജില്ലയിലെ ഏറ്റവും ശക്തമായ മത്സരം നടന്നുവെന്ന് പ്രതീക്ഷിക്കുന്ന തൃശൂർ കോർപ്പറേഷന്റെ വോട്ടെണ്ണുന്ന തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിന് കൗണ്ടിംഗ് സെന്ററിന് മുമ്പിൽ നിന്നാണ് നാം ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത്. 8:20 ആദ്യ ഫലസൂചന പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആരുടെ നെഞ്ചിടിപ്പാണ് കൂട്ടുന്നത് എന്നത് മാത്രമേ ഇപ്പോൾ സംശയമുള്ളൂ. അത്രയേറെ ശക്തമായ മത്സരം നടന്ന തൃശൂർ കോർപ്പറേഷൻ, തൃശൂർ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകൾ, 86 പഞ്ചായത്തുകൾ, 16 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 29 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, 56 കോർപ്പറേഷൻ ഡിവിഷനുകൾ, 7 മുനിസിപ്പാലിറ്റികൾ. ഇതിലെല്ലാം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ മൃഗീയമായ സാന്നിധ്യം ഉറപ്പിച്ച LDF ഇത്തവണ അത് നിലനിർത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം BJPയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ചും ഇതൊരു ജീവൻ മരണ പോരാട്ടം എന്ന് നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നത്. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ കാര്യമായ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാനായില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടുകൂടി നടത്തിയ പ്രവർത്തനം, ആ ചിട്ടയൊപ്പിച്ച പ്രവർത്തനത്തിന് ഫലമുണ്ടാകുമോ എന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം. അതേസമയം UDF-നെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരും വളരെ പ്രധാനപ്പെട്ടതാണ്. 10 വർഷമായി തൃശ്ശൂർ കോർപ്പറേഷന്റെ അധികാരം കൈവിട്ടുപോയിട്ട് ആ അധികാരം തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങൾ UDF നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ തമ്മിലടിയും ഗ്രൂപ്പ് വഴക്കും വിമത പ്രവർത്തനങ്ങൾ കൊണ്ട് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. പക്ഷേ അത് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൽ പരാജയം നേരിട്ടാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വലിയ തിരിച്ചടിയുക. അതേസമയം LDF-നെ സംബന്ധിച്ച് തൽസ്ഥിതി തുടരുക എന്ന ഒറ്റ കാര്യം മാത്രമേ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. നാം CPM-ന്റെ നേതാക്കളും CPI-യുടെ നേതാക്കളുമൊക്കെ സംസാരിച്ചപ്പോൾ നിലവിലുള്ള സ്ഥിതി തുടർന്നാൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ അടിവേരുകളുള്ള തൃശ്ശൂർ ജില്ലയിൽ അത് ഭാവിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. കാര്യമായ കുറവുകൾ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയാണ് LDF-ന്റെ നേതൃത്വത്തിനുള്ളത്. പക്ഷേ ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം വലിയ തോതിലുള്ള പോളിംഗ് പെർസെൻറ്റേജിലുള്ള കുറവാണ് എല്ലാവരെയും ആശങ്കയിലാഴ്ത്തുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനിൽ 62.44 മാത്രമാണ് ഇത്തവണ പോൾ ചെയ്തത്. കഴിഞ്ഞ തവണ അത് 65%. നഗരസഭകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. നഗരസഭകളിൽ 7 നഗരസഭകളിൽ 5ഉം LDF ആണ് ഭരിച്ചത്. തൃശ്ശൂർ കോർപ്പറേഷന്റെ സ്ഥിതി നമുക്ക് കഴിഞ്ഞ തവണ അറിയാം. MK വർഗീസ് എന്ന കോൺഗ്രസ് വിമതനിലൂടെ 5 വർഷം അധികാരം നിലനിർത്തിയ LDF. അതോടൊപ്പം തന്നെ 86-ൽ 69 ഗ്രാമപഞ്ചായത്തുകളും കൈയടക്കി വെച്ചുകൊണ്ട് LDF അതിന്റെ അതിശക്തമായ ആധിപത്യം ഉറപ്പിച്ചു. ഇതെല്ലാം നിലനിൽക്കുമോ എന്നറിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും. തീർച്ചയായിട്ടും ജെയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.